നമുക്കറിയാം ഇനി ISL ആരംഭിക്കുവാനായിട്ട് അധികം ദിവസങ്ങളൊന്നും ബാക്കിയില്ല. ഇനി വെറും 10ഓളം ദിവസങ്ങൾ മാത്രമാണ് ISLൻ്റെ കിക്ക് ഓഫിന് വേണ്ടി ആയിട്ടുള്ളത്. ISLൻ്റെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ ഏറ്റുമുട്ടും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളും അങ്ങനെ തുടങ്ങിയ അനേകം അപ്ഡേറ്റുകൾ ഈയിടെയായിട്ട് പുറത്തേക്ക് വന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ISLൻ്റെ ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ISLൻ്റെ ടെലികാസ്റ്റിൽ ഏതാണ്ട് 7ഓളം ബിഡുകളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രമുഖരായിട്ടുണ്ടായിരുന്ന ജിയോ ഹോട്ട്സ്റ്റാറും ഉണ്ടായിരുന്നു എന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ജിയോ ഹോട്ട്സ്റ്റാറിന് അത് ലഭിക്കുന്നില്ല. മറിച്ച് ആ ഒരു ISLൻ്റെ ലൈവ് ടെലികാസ്റ്റിംഗ് ആയിട്ടുള്ള റൈറ്റ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഫാൻകോഡ് എന്ന് പറയുന്ന ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായിരുന്നു. നിലവിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ സാധാരണയായിട്ട് പലപ്പോഴും കാഫ നേഷൻസ് ലീഗൊക്കെ നമ്മൾ ലൈവ് ടെലികാസ്റ്റ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മാച്ചസൊക്കെ പലപ്പോഴായിട്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഈ ഒരു ആപ്പിലൂടെ അല്ലെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമായിട്ടുണ്ടായതാണ്. അപ്പോൾ ആരാധകർക്കുള്ളൊരു സംശയമാണ്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈവ് TV ടെലികാസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളത്. അതായത് TV ടെലികാസ്റ്റിന് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഈ ഒരു TV ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ കൺഫർമേഷനൊന്നും വരാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഇനി ഫാൻകോഡാണ് ഇതിൻ്റെ ഒരു റൈറ്റ് ഓൺ ചെയ്യുന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഏതാണ്ട് 8.6 കോടിയോളം രൂപ, അതായത് ഏതാണ്ട് കഴിഞ്ഞ വർഷത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 31% ഇടിവാണ് ഈ ഒരു തുകയിൽ, അതായത് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റിൽ ഈ ഒരു ISLൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഡിഫക്റ്റ് തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സീസണുകളെ പോലെ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ ഒരു തട്ടിക്കൂട്ട് സീസണാണ് ഇത്തവണ ഉണ്ടാവാനായിട്ട് പോകുന്നത്. ഏതാണ്ട് 91 മത്സരങ്ങൾ മാത്രമാണ് ഇത്തവണയുള്ളത്. അതായത് സിംഗിൾ ലെഗ് മാച്ച് അല്ലെങ്കിൽ മാച്ചസ് മാത്രമായിരിക്കും ഉണ്ടാവുക. അത് മാത്രമല്ല ഒരു കംപ്ലീറ്റ് ലീഗ് സ്ട്രക്ചറിലാണ് ഇത്തവണ ISL വരുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ പിന്നെ സ്പോൺസേഴ്സിൻ്റെ അഭാവക്കുറവ് ഇതെല്ലാം തുടർന്നും ഈ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് എമൗണ്ടിൽ വരെ ഒരു നല്ലൊരു ഇടിവ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിന് ബാധിച്ചിട്ടുണ്ട്. അത് ഉറപ്പായും തന്നെ ഭാവിയിലും ഇന്ത്യൻ ഫുട്ബോളിനെ അഫക്റ്റ് ചെയ്യുമെന്നൊരു കാര്യം ഉറപ്പാണ്. ഈ ഒരു കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു ISL സീസണോട് കൂടി തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സീസണുകൾ, അതായത് ISLൻ്റെ 11ാം സീസൺ വരെ എങ്ങനെയാണോ ISL നടന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തിരിച്ചു കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഇനി ഈ ഫാൻ കോഡിലൂടെയാണ് ഈ ഒരു ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാവുക എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫാൻ കോഡിലൂടെ ഉണ്ടാകുമ്പോൾ എത്ര രൂപയ്ക്കായിരിക്കും ഈ ഒരു ലൈവ് ടെലികാസ്റ്റിൻ്റെ സബ്സ്ക്രിപ്ഷൻ വരിക എന്ന സംശയം എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 299 രൂപയ്ക്ക് സീസൺ പാസ്, അതായത് സബ്സ്ക്രിപ്ഷൻ ലഭിക്കും. അതായത് എല്ലാ മത്സരങ്ങളും ലൈവായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെ വേണ്ടാത്തവർക്ക് സിംഗിൾ മാച്ചസ് ആയിട്ട് ഒരു മാച്ചിന് പെർ മാച്ചിന് 9 രൂപ നിരക്കിൽ, അതായത് ഇപ്പോൾ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ മാത്രം കണ്ടാൽ മതി എന്നൊരു സിറ്റുവേഷനാണ് എന്നുള്ളത് എങ്കിൽ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ 13 മത്സരങ്ങൾ 9 രൂപയ്ക്ക് 117 രൂപ മുടക്കിക്കൊണ്ട് കാണുവാനായിട്ട് സാധിക്കും. മറിച്ച് ഒരു ISL ആരാധകന് എല്ലാ മത്സരങ്ങളും കാണണമെന്നുണ്ടെങ്കിൽ 299 രൂപ മുടക്കി കഴിഞ്ഞാൽ എല്ലാ മത്സരങ്ങളും കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതാണ് നിലവിൽ ഫാൻ കോഡ് അവതരിപ്പിച്ചിട്ടുള്ള പ്ലാൻ എന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് പുതിയൊരു ബ്രോഡ്കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെ. ഇനി TV ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകുമോ എന്നൊരു സംശയം നമുക്ക് അറിയേണ്ടതാണ്. അത് ഈ ഒരു ISL തുടങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമേ അറിയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. മലയാളം കമൻട്രിയോട് കൂടി ISL അവൈലബിൾ ആകുമോ എന്നുള്ളൊരു കാര്യം എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നിലവിലെ ഒരു സാഹചര്യം വെച്ച് ഒരു സിംഗിൾ കമൻട്രി മാത്രമായിരിക്കും ഉണ്ടാവുക. അത് TV ടെലികാസ്റ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളും വളരെ കുറവാണ്. ഇനി ഉണ്ടായാൽ തന്നെ ഒരു സിംഗിൾ കമൻട്രി മാത്രമുള്ളൊരു TV ടെലികാസ്റ്റ് ആയിരിക്കാനാണ് കൂടുതലും ഒരു 99% സാധ്യതയുള്ളത്. എങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ISL കമൻട്രിയോട് കൂടി ഈ ഒരു വരുന്ന സീസൺ വരുവാൻ വേണ്ടി.